നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ ഇപ്പോൾ കോട്ടയം താലൂക്ക് ഓഫീസിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സാർ നമസ്കാരം. നമുക്ക് തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ കോട്ടയത്തെ ജനങ്ങളോട്, നമ്മുടെ വോട്ടർമാരോട് എന്താണ് സാർക്ക് പറയാനുള്ളത്? നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയും. നാടിന്റെ മുന്നേറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റും. പഴയ രൂപത്തിലാക്കി നമ്മുടെ നാടിനെ ചവിട്ടി മെതിക്കുന്ന ഒരു അന്തരീക്ഷത്തോട് പുതിയ തലമുറ ഒരിക്കലും യോജിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി നമുക്കൊരുമിച്ച് നിൽക്കണം. തേർഡ് ഐ തന്നെയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ സ്കൈ വോക്കിന് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തത്. ഞാനും ആ കേസിനകത്തെ കക്ഷിയായിരുന്നു. എന്താ ഈ അനുഭവം എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ഒരു കൂട്ടായ യത്നം, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ജനങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണരുത്, ഒരുപോലെ കാണരുത്. കേരളത്തിലെ നിയോജക മണ്ഡലങ്ങൾ നമ്മളെടുത്താൽ ചില നിയോജക മണ്ഡലത്തിൽ 15,000, 20,000, 25,000 കോടി വരെ സർക്കാരിൻ്റെ ഫണ്ട് അവിടെ കൊണ്ട് ചെലവഴിക്കുക. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് വ്യത്യാസം. ഒന്ന് 15,000 കോടി രൂപയാണ്, ഇവിടെയോ പരിമിതമായ തുകയാണ്. അതൊരു നാട്ടിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് ചെയ്യരുതാത്തതാണ്. പക്ഷേ ആ നടപടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചോദിക്കാൻ ആളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ ചോദിക്കാൻ ആളുണ്ടോ എന്ന് തെളിയിക്കേണ്ടത് ഇപ്പോഴീ തെരഞ്ഞെടുപ്പിലാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകണം. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ ഏക രൂപത്തിൽ ആളുകളെ കാണണം. അതാണ് സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. ഇപ്പോൾ ആ തത്വത്തെ പപ്പടം പോലെ ഇവിടെ പൊടിക്കുകയാണ്. അവിടാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയത്തിനാണ് കോട്ടയം, അല്ലെങ്കിൽ കേരളം തന്നെ UDFന്റെ വലിയൊരു വിജയത്തിനാണ് സാക്ഷിയായത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു UDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതു മുന്നണിയാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം അവരിങ്ങനെ തിരക്കിട്ടെന്തിനാ ഈ കൺസെഷൻ പ്രഖ്യാപിക്കുന്നത്? സമയം പോയി, 11 മണിക്കൂർ നിൽക്കുകയാണ്. ഇനി അടുത്തത് കിട്ടുകയെന്ന് കൃത്യം അറിയാം. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ കണ്ടാൽ നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ നാളെ അധികാരത്തിൽ വരുമെങ്കിൽ നാളത്തേക്ക് നമുക്കൊന്ന് കാക്കാം എന്ന് കരുതിയാൽ പോരെ. ഒന്നും ചെയ്യുന്നില്ല. ഒരുമാതിരി പഴഞ്ചൻ വണ്ടി ഇങ്ങനെ ചവിട്ടി നീക്കുന്നത് പോലെ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോവില്ല. പക്ഷേ ഇടതുപക്ഷ സർക്കാർ പറയുന്നത് കേരളം മാറിയിട്ടും കോട്ടയം മാറിയിട്ടില്ലെന്നാണ്. അപ്പോൾ അവരോട് എന്താണ് മറുപടി പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ പോരെ. കേരളം മാറ്റിയതാരാ? അവരോട് ചോദിക്കണം. സർക്കാരാണെന്നല്ലേ അവർ പറയുന്നത്. കോട്ടയം മാറ്റാത്തതാരാ? സർക്കാരാണെന്നല്ലേ സത്യം. അപ്പോൾ പിന്നെ അവർ ഈ ചോദ്യം ചോദിക്കുന്ന അവർക്കെതിരെയുള്ള ചോദ്യമാണ്. ഇത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റപത്രമാണ്. ഏറ്റവും വലിയ കുറ്റപത്രമാണ്. അവഗണന കാണിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പരാതി. അവരുടെയും പരാതി അത് തന്നെയാണ്. അവരുടെയും ഇപ്പം ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ഒരേ പരാതിയാണ്. സംസ്ഥാനത്തെ സർക്കാർ ഒരു പരിഗണനയും കോട്ടയത്തോട് കാണിക്കുന്നില്ല. കേരളം മുഴുവൻ മാറിയതിൻ്റെ കഥ വേറെ ഞാൻ പറയാം. പക്ഷേ മാറിയെന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ പണമല്ലേ? ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ കൊണ്ട് ഇട്ട പണം ഇല്ലല്ലോ, സർക്കാരിൻ്റെ പണമില്ലേ? എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഞങ്ങൾക്കെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളും ഞങ്ങളും ഈ നിൽക്കുന്ന ആളുകളും ഈ സമൂഹവും എല്ലാം ഒരുപോലെ നമ്മുടെ നാടിന് വേണ്ടി വാദിക്കല്ലേ? എന്തിനാ ഇവിടെ മാത്രം അങ്ങനെ ചെയ്യാതെ വന്നത്? അതുകൊണ്ടാണ് അവർക്ക് പോലും ചോദിക്കേണ്ടി വന്നു. കേരളം മാറി, എന്തുകൊണ്ട് കോട്ടയത്ത് ഈ വികസനമില്ല? അതാ ഞങ്ങളുടെയും ചോദ്യം. എല്ലായിടത്തും ഇങ്ങനെ ഒരു പക്ഷപാതപരമായി പെരുമാറി, എന്തുകൊണ്ട് ഞങ്ങളോട് ആ നീതി കാണിച്ചില്ല? ആ ചോദ്യം ഞങ്ങൾക്കുള്ളത്. UDF വന്ന അതിനെല്ലാം ഒരു മാറ്റം വരട്ടെ. ഉറപ്പല്ലേ. ജനങ്ങൾ നിറഞ്ഞ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നല്ല സന്ദർഭം ഉണ്ടാകും. താങ്ക് യു സാർ.